എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡ്രൈവർ തമ്പീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഇപ്പം ഒന്നാമത്തെ മൊത്തത്തിൽ എല്ലായിടത്തും പ്രശ്നമുള്ള മഴക്കാലമൊക്കെയാണല്ല. മഴക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മാത്രമല്ല, കേരളം മാത്രമല്ല, ഇത് വിട്ട് കർണാടകയിലും തമിഴ്നാടായാലും എല്ലാ സംസ്ഥാനത്തും ഉണ്ട് മഴ. അപ്പം നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടേ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ റോഡിലും എല്ലാ സ്ഥലത്തും റോഡ് പണി നടക്കണം, മൊത്തം ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാലേ, ഇപ്പം എല്ലായിടത്തെ കേസല്ല, ഞാൻ ഈ പോണ വഴിയുള്ള ഒരു കേസ് ഞാൻ പ്രേക്ഷകരോട് പറയണം. ഈ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു അരൂര് ചേർത്തല വരെ എടുക്കാം, എല്ലാവരും കൂടി എടുക്കാൻ പറ്റില്ല. അപ്പം എന്താ സംഭവം പറഞ്ഞാലേ, ഞാൻ ഈ കഴിഞ്ഞ ഒരു പ്രാവശ്യമൊന്നുമല്ല, ഒരു 3-4 പ്രാവശ്യമായി കാണുന്നത്. ഈ ചേച്ചിമാര് പിള്ളേരെ കൊണ്ടുവരാ, മഴ പെയ്തിട്ടേ ഈ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് പണി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവീസ് മറ്റേ അടിപ്പാത പണിയുണ്ട്, ഫ്ലൈ ഓവർ പണിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ലത്, ഇത് വിട്ട് എല്ലായിടത്തും നടക്കേണ്ടത്. കേരളത്തിന് പ്രത്യേകത ഒന്നുമില്ലത്. പക്ഷെ കേരളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചു തരാം. അപ്പം എന്താന്ന് വെച്ചാലേ, ഒരു 1 2 3 പല പ്രാവശ്യം ഈ കൊച്ചുമക്കളെ കൊണ്ട് സ്കൂളിൽ പോണ ചേച്ചിമാരൊക്കെ കട്ടറിൽ ഇടിഞ്ഞൊള്ളി വീണ് ഭാഗ്യത്തിന് വണ്ടിയുടെ അടിയിൽ പോവാണ്ട് രക്ഷപ്പെടുന്നത് എൻ്റെ മുമ്പിൽ പലതവണ കണ്ടാണ്. അപ്പം എൻ്റെ ജീവിതയാത്രയിൽ കാണുന്ന ഇതാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇത് കണ്ട് മടുത്തു. അപ്പം അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ. പ്രേക്ഷകർ കാര്യം ചെയ്യുക, ഈ വീഡിയോ കാണാൻ നിങ്ങൾ. അതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണം. ഇത് നമ്മുടെ വീട്ടിൽ മതിൽ പണിയില്ലേ, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിൽ മതിൽ പണിയും. ഇന്ന് പണിത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തീരും. പക്ഷെ അതേപോലെ അല്ലത്. ഈ റോഡ് പണി ചിലപ്പോൾ വർഷങ്ങൾ കഴിയും. ഇനി അടുത്ത മഴയ്ക്ക് ഉണ്ടാവും. ഈ മഴ വരുന്നതിന് മുമ്പ്, അറ്റ്ലീസ്റ്റ് ഈ റോഡ് പണി തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലല്ല എവിടെയായാലും യാത്രക്കാർക്ക് വണ്ടിക്കാർക്ക് പോകാനുള്ള പരിപാടി എവിടെയാണ്? സർവീസ് റോഡാണത്. ഈ സർവീസ് റോഡാണ് ഉപയോഗിക്കുന്നത്. ഈ സർവീസ് റോഡ് ഉന്നത നിലവാരത്തിൽ പണിത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ ഹൈവേ കൂടെ പോണ വണ്ടികളൊക്കെ സർവീസ് റോഡിൽ കൂടെ പോണത്, അതാണ് പ്രത്യേകത. അപ്പം ആ റോഡ് പ്രശ്നമാവും. പക്ഷെ ആ റോഡ് എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ ആ റോഡ് നല്ല നിലവാരത്തിൽ പണിയണം. അത് പണിതില്ല, അത് പണിയാത്തതിൻ്റെയാണ് ഇപ്പം ജനം ഇവിടെ അനുഭവിക്കുന്നത് വിഷമം മുഴുവനും. അപ്പം ഞാൻ ഈ കണ്ട കാഴ്ചകളൊക്കെയാണ്. അപ്പം അത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇത് പറഞ്ഞാൽ കേരളത്തിലെ ഈ റോഡ് ബ്ലോക്ക്, അത് തന്നെയല്ല ഈ സ്കൂളിൽ പോണ കുട്ടികൾ, ജോലിക്ക് പോണ ആൾക്കാർ കിലോമീറ്ററോളം ക്യൂ നിന്നിട്ട് ലാസ്റ്റ് യഥാർത്ഥ സ്ഥലത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാണ്ട് നരകിച്ച് കിടക്കണ്. ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഈ പറഞ്ഞോണം ഈ വണ്ടി ഉന്തി അങ്ങോട്ട് പോവുക, അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കാണുന്ന കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണ കേസാണ്. അതൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ തമ്പീസ് വ്ലോഗിൽ ഇടും. ഞാൻ പ്രേക്ഷകർ നിങ്ങൾ തമ്പീസ് വ്ലോഗ് കാണാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഉന്നതങ്ങളിൽ എത്തിക്കുക. എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന അവിടെയൊക്കെ ഷെയർ ചെയ്യണത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ കേരളത്തിലെ ഈ ഇപ്പോഴത്തെ നമ്മുടെ ഈ റോഡ് ബ്ലോക്കുള്ള സ്ഥലങ്ങളിലെ ഏകദേശമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന അടുത്ത പരിപാടി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വഴി കൂടെ പോണ ഏതൊരു ചേച്ചിമാർക്കായാലും ചേട്ടന്മാർക്കായാലും ആർക്കായാലും ഇത് ഞാൻ ചെയ്തത് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എല്ലായിടത്തും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. ഞാൻ ഇതിപ്പോൾ ആ വീഡിയോ ഇടാൻ പോകുന്നു. ഓക്കെ. നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ ഈ റോഡ് ബ്ലോക്ക് നടക്കുന്ന സ്ഥലങ്ങളുടെ ഏകദേശം ഒരു വീഡിയോ ഉണ്ട്. പ്രേക്ഷകർ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആദ്യം ഈ വീഡിയോ ഒന്ന് കാണുക. ഗതാഗതക്കുരുക്ക് നേരിടുന്ന ചിറങ്ങര റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗമാണ് പ്രേക്ഷകർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ജനങ്ങളുടെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വന്ന സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ, വിവേചനാധികാരം ഉപയോഗിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ ഇപ്പോൾ ഭരണപക്ഷമല്ല പ്രതിപക്ഷമല്ല അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ്, ഇല്ലയെന്നും പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ആർക്കും ജീവിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഭരണപക്ഷത്തിന് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രതിപക്ഷത്തിന് പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ വേറെ കാര്യം എൻ്റെ മനസ്സിൻ്റെ വിഷമമാണ്, ഈ കുരുതിക്കളം നിങ്ങൾ കാണാണ്ടിരിക്കരുത്. ഈ കുരുതികളെ കാണാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിലെ മതിൽ പണിയുന്നതല്ലത്. ഇത് ചിലപ്പോൾ 2-3 വർഷം പിടിക്കും. ഇപ്പം തന്നെ എത്ര ജീവൻ പൊളിഞ്ഞു പോയിട്ടുണ്ടെന്നറിയോ ഈ റോട്ടിലൊക്കെ. ഞാൻ അതിൻ്റെ പേരിൽ പറയുന്നത്, ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ പാലക്കാട് മുതൽ നിങ്ങൾ ചേർത്തല വരെ യാത്ര ചെയ്താൽ മതി. ചേർത്തല വരെ യാത്ര ചെയ്യുക, നിങ്ങൾ ജനപ്രതിനിധികൾ യാത്ര ചെയ്യുക. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ദൈവത്തെക്കുറിച്ച്. ഗതാഗതക്കുരുക്ക് നേരിടുന്ന ചിറങ്ങര റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗമാണ് പ്രേക്ഷകർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ റോഡ് പണി നടക്കണ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ കണ്ടമാന സ്ഥലത്ത് റോഡ് പണികൾ നടക്കുന്നുണ്ട്. അപ്പം അവിടെ നമ്മുടെ കേരളത്തിനേലും വ്യത്യസ്തമായിട്ട് യാതൊരു ഗതാഗതക്കുരുക്കില്ലാണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരൊന്ന് കാണും. റോഡ് പണി നടക്കുന്ന ഒരു ഭാഗമാണത്. ബാംഗ്ലൂർ പൂനെ റൂട്ടിലാണ് കാണുന്നത്. താൽക്കാലികമായിട്ട് വാഹനങ്ങൾക്ക് പോകുവാനുള്ള റോഡാണ് ഈ കാണുന്നത്. ടാറിങ്ങൊക്കെ ചെയ്ത് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള റോഡാക്കിയിട്ടാണ്. അവിടെ കണ്ടോ, പ്രേക്ഷകർക്ക് കാണാൻ റോഡ് പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം പോകാനായിട്ട് സേലം ബാംഗ്ലൂർ റോഡ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി എൻ്റെ ജീവിതയാത്രയിൽ കാണുന്ന അടുത്ത ദൃശ്യങ്ങളുമായിട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.